വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. So this 2 days program is completely dedicated for the improvement of the chanting of the holy names. ഈ 2 ദിവസത്തെ പരിപാടി നാമജപം ജപിക്കുന്ന ഭക്തന്മാർക്ക് അവരുടെ ജപത്തിനെ പുരോഗമിപ്പിക്കാൻ വേണ്ടി, ജപത്തിനെ കൂടുതൽ ശ്രദ്ധയോട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ദിവസത്തെ പരിപാടി ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. Devotees who are not chanting holy names, there is a special category of ISKCON devotees who don't chant Hare Krishna also. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഇനിയൊരു പുതിയ വിഭാഗം ഭക്തജനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അവരെന്ത് ചെയ്യത്തില്ല? 16 മാല ജപിക്കത്തില്ല. ഇറ്റ് ഈസ് എ ഡിസീസ്. അതൊരു തരം രോഗമാണ്. ദിസ് മൂവ്മെന്റ് is called Hare Krishna movement, and if you don't chant Hare Krishna, then we are not members of this movement. ഈ പ്രസ്ഥാനത്തിന് ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന പേര്. ഇതിൽ നാമജപം ചെയ്യാത്ത ഭക്തന്മാരെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളല്ല. They are guests because they have an entry date and they have an expiry date also. നാമജപം ജപിക്കാത്ത ഭക്തന്മാരെല്ലാം അതിഥികളാണ്. അവർക്കൊരു ആദിയുമുണ്ട്, ഒരു അന്തമുണ്ട്. Right? Sometimes we can see, it is little painful to see that. ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. When kirtan is going on,
you can see only the lead singer singing the holy name. ഈ കീർത്തനമൊക്കെ നടക്കുന്ന നേരത്ത് ഈ ആരുടെ പേരാണോ അനൗൺസ് ചെയ്തിരിക്കണം അദ്ദേഹം മാത്രമേ പാടത്തുള്ളൂ. പീപ്പിൾ ഹു പ്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വിൽ നോട്ട് ബി സിംഗിങ്. കാരണം അവരുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ അവർ പാടാനായിട്ട്. സോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരൊന്നും പാടത്തില്ല. പിന്നെ ആടുന്നവർ ആടാൻ വേണ്ടിയുള്ളവർ, അവർ പാടത്തില്ല. യുനോ ദ ഡാൻസേഴ്സ് ഓൾസോ വിൽ നോട്ട് സിംഗ്. ഫൈനലി ഹൂ വിൽ ബി സിംഗിങ്? ന്യൂ കമ്മേഴ്സ് വിൽ ബി സിംഗിങ് സിൻസിയർലി. പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെയാണ്. നീ ക്ലാസ്സിന് എന്താ ലൈറ്റ് എഫക്റ്റ് ഒക്കെ തരാം? എ സി ഓഫ് ചെയ്യാം. എ സി വാടക കൊടുത്തിരിക്കണം. എവിടെ നിർത്തി? So newcomers who are invited guests and who come initially, പുതിയതായിട്ട് പരിപാടിക്ക് വരുന്നവര്, you can see them so sincerely chanting. അവര് വന്നിട്ട് സ്വയം മറന്ന് രണ്ട് കൈയെല്ലാം തൂക്കി ആടി പാടി നൃത്തം വയ്ക്കും. Actually they get benefited by the program. Hope they never become seniors. അവർ ഒരിക്കലും സീനിയർ ആവാൻ പാടില്ല. ബിക്കോസ് സീനിയർ ആയിക്കഴിഞ്ഞാൽ എന്തോ ഒക്കെ സംഭവിച്ചതായിട്ടൊരു ചിന്തയുണ്ട് നമുക്ക്. We assume that we have become some kind of a great devotee or something, so that you don't need to chant anymore. ഇനി പ്രത്യേകിച്ച് ജപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. Right? See, the word initiation means you are initiating your spiritual life. Initiation എന്ന് പറഞ്ഞാൽ ഞാൻ കൃഷ്ണാവബോധം തുടങ്ങുന്നു എന്നാണ് അർത്ഥം. റൈറ്റ്? പക്ഷെ നമ്മുടെ ധാരണ അനുസരിച്ച് ദീക്ഷയായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയി. പിന്നെ ഗുരു ജപിച്ചോളും നമുക്ക് വേണ്ടി. That is our understanding. Once you are initiated means that's it, done. No. Actually, we are learning to chant the holy name at the stage of initiation. ദീക്ഷാ കാലഘട്ടത്തിലാണ് നമ്മൾ നാമജപം ജപിക്കാൻ തന്നെ പഠിച്ചു തുടങ്ങുന്നത്. അതിനു മുമ്പേ നാമജപത്തിന് ചുറ്റി വരാൻ ജപിച്ചു തുടങ്ങിയിട്ടില്ല. Before initiation, whatever you are chanting, it is like you are trying to go around the holy name. You are actually not chanting. So, chanting the holy name is very important. നാമജപം ചെയ്യുന്നത് വളരെ അത്യാവശ്യവും പ്രാധാന്യമാണ്. And the effort you invest in chanting holy name will decide how much you are progressing in Krishna consciousness. ജപിക്കാൻ നമ്മൾ എത്ര ശ്രദ്ധയിടുന്നുണ്ടോ ആ ശ്രദ്ധയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇറ്റ് ഈസ് എ ഹോണസ്റ്റ് ആൻഡ് ഓപ്പൺ ക്വസ്റ്റ്യൻ നൗ. ഒരു ആത്മാർത്ഥമായ ഒരു ചോദ്യം. ഇവിടെ കൂടിയിരിക്കുന്ന ഹരേ കൃഷ്ണ ഭക്തന്മാരിൽ എത്ര ഭക്തര് ഹരേ കൃഷ്ണ പറയാറില്ല? ഇറ്റ്സ് എ ഹോണസ്റ്റ് ക്വസ്റ്റ്യൻ. How many devotees don't chant regularly every day? Okay, ഞാൻ ജർമ്മനിയിൽ ചോദിക്കാം. ഏത് ഭാഷയിലും കൈ നോക്കിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? You understood what I'm asking? Right? How many of you genuinely feel I am not regular in my chanting? എൻ്റെ ജപം ഞാൻ ദിനസരി ശ്രദ്ധയോട് ചെയ്യാറില്ല എന്ന് എത്ര ഭക്തന്മാർക്ക് തോന്നാം? പൂച്ചയ്ക്ക് ആരാദ്യം മണി കഴിയും? All the hands are coming. So we have only one lifetime, right? ഒരേ ഒരു ജന്മമേ ഈ അവസരത്തിലുള്ളൂ. അടുത്തത് ജനിക്കുന്നത് എവിടെയാണെന്ന് ഒരു ഉറപ്പുമില്ല. അത് നമ്മുടെ സ്വഭാവമൊക്കെ വെച്ചിട്ട് തീർച്ചയായിട്ടും ഭൂമിയിൽ കാണില്ല. Your next birth, that too with our own habits. And how many of you don't like your own habit?
സ്വഭാവം ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ട്? തീർച്ചയായിട്ടും ഇവിടെ ജനിക്കൂല. അപ്പോ സംവേർ അത്തള വിത്തള സുത്തള പാത്താളം സംവേർ ഓർ സംതിങ് ബിയോണ്ട് ദാറ്റ്, അതിൻ്റെയും താഴെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ പോകത്തുള്ളൂ. സോ we have very, very less time and we have to sincerely put our effort in improving the chanting. വളരെ ചുരുങ്ങിയ ഒരു കാലമേ ഉള്ളൂ. So Rupa Goswami says it's like an iron. ഒരു ഇരുമ്പ് കഷ്ണത്തിനെയാണ് രൂപ ഗോസ്വാമി ഉദാഹരണമായിട്ട് പറയുന്നത്. You must have heard that example. When the iron is constantly kept in the fire, iron absorbs the quality of fire. ഇരുമ്പ് കഷ്ണത്തിനെ നിരന്തരം അഗ്നിയിൽ വെക്കുമ്പോൾ ഈ ഇരുമ്പ് കഷ്ണം അഗ്നിയുടെ എല്ലാ സ്വഭാവങ്ങളും എടുക്കും. Right? There is another side for it. If you don't do anything and leave the iron alone, ഇരുമ്പിനെ ഒന്നും ചെയ്യാതെ വെറുതെ ഇട്ടിരുന്നാൽ എന്ത് സംഭവിക്കും? It will rust. അല്ലേ? തുരുമ്പുക. It produces the rust by itself. ഈ തുരുമ്പെന്ന് പറയുന്ന സാധനം ഇരുമ്പിന്റെ തന്നെ ഒരു ഭാഗമാണ്. It's a part of iron. Right? If we constantly keep our connection with the holy name every day, we get the qualities of the holy name, the divine qualities of the name. നിരന്തരം നാമജപം ചെയ്തുകൊണ്ടിരിക്കും. സായി പ്രഭു എത്ര ജപിക്കുന്ന ഡെയിലി? 4. അത് ശരി. ഇന്നലെയോ? ഇന്നലെ 4. ഇന്നലെ സൺഡേ ആണല്ലോ. ഓക്കെ. സോ നിരന്തരം നമ്മൾ ജപത്തിനോട് ആ സമ്പർക്കമുള്ള കോൺസ്റ്റന്റ് അസോസിയേഷൻ, then we absorb the qualities of the holy name. ദിവ്യനാമത്തിന്റെ ദിവ്യമായ സ്വഭാവങ്ങൾ നമ്മളിൽ വരും. If we don't chant for 2-3 days, 2-3 ദിവസം ജപിച്ചില്ലെങ്കിൽ what will happen to the iron? ഇരുമ്പിന് എന്ത് സംഭവിക്കും? തുരുമ്പിക്കും. അതിന് പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും വേണ്ട. അപ്പൊ ആഴ്ചയും മാസക്കണക്കിൽ ജപിച്ചില്ലെങ്കിലോ പിന്നെ അതിനെ തിന്നറിലും പെയിന്റിലൊക്കെ ഇടേണ്ടി വരും. If we don't chant, it is a personal thing. You know, how many of you have got experience that you break the chanting for 1 week or something, then you find it difficult to restart it. ഒരാഴ്ച 2 ആഴ്ച ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ജപം നിർത്തിയിട്ട് പിന്നെ അത് തുടങ്ങുമ്പോൾ ഒരു ബ്രഹ്മപ്രയത്നമായി ഭയങ്കര പ്രയത്നമായിരിക്കും. How many of you have got this experience? Yes, so we all have, broken. നമ്മളെല്ലാം നിർത്തിയിട്ടുണ്ട്. പിന്നെ ചിലർക്ക് അറിയില്ല, because they don't have the experience, because they have never started. പിന്നെ തുടങ്ങിയിട്ടേ ഇല്ല, അതുകൊണ്ട് അവർക്ക് പരിചയം ഉണ്ടാവില്ല. റൈറ്റ്? അതാ വൈഷ്ണവ് ഒളിച്ചൊളിച്ചിരിക്കണം. ഇങ്ങോട്ട് വാ, തലേക്ക് ഇങ്ങോട്ട് വരട്ടെ. It is very important, right? And I would like to say to the young ones, that we have many students and young boys and girls here. I would like to say something specially for them. ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട്. Because as long as you live with devotee parents, you are protected by their devotional results. ഭക്തരായ മാതാ, how many of you have got devotee parents? എത്ര പേർക്ക്? Many of you. You have devotee parents? Yes. As long as we stay with devotee parents, right? ഭക്തരായ മാതാപിതാക്കളോട് താമസിക്കുമ്പോൾ we don't have to chant Hare Krishna. നമുക്ക് ജപിക്കേണ്ട ആവശ്യമില്ല. Because their chanting is protecting us completely, right? And what happens the moment you step out of their protection circle? Maya gives one slap, all the earring, everything will go off. Orati terum Maya. How many of you seen ISKCON devotee children completely go astray? എത്ര പേര് കണ്ടിട്ടുണ്ട് ഹരേ കൃഷ്ണൻ ഭക്തരുടെ കുട്ടികൾ കാണാതായിപ്പോ, പിന്നെ അവന് മുഖത്തിൽ വേറെ സ്ഥലമേ ഇല്ല, കമ്മലൊക്കെ ഇട്ടിട്ട്
He has got rings all over. Earlier you can call it earring, now you can call whatever ring you want. എല്ലാ സ്ഥലത്തും അയ്യോ മമ്മ crazy guys. Many devotee children, they take their parents' protection for granted. മാതാപിതാക്കളുടെ രക്ഷകർത്താവ് അവരുടെ ഭക്തിയുടെ പ്രൊട്ടക്ഷൻ, ദിവ്യമായ സംരക്ഷണത്തിന് നിസാരമായി കരുതിയിട്ട് they don't chant and they see there is nothing wrong in their life. ജപിക്കാറില്ല ഒരു ദിവസം, പക്ഷെ അവർ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല. How are they getting protected? അച്ഛൻ ജപിക്കാണ് പാവം. That's why this guy is getting protected and he doesn't understand the seriousness. ആ കുട്ടിക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നില്ല. പതുക്കെ when he crosses teens and he steps into his own life, അവൻ അവൻ്റെതായ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ he finds life to be miserable. ആ വ്യക്തിയുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായി. He becomes like a regular karmic person and begins his life. ഒരു സാധാരണ ഭൗതികവാദിയെ പോലെ അദ്ദേഹം ജീവിതം തുടങ്ങാം. It becomes a big challenge. വലിയ ഒരു പരീക്ഷണമായി മാറുന്നുണ്ട്. How many of you agree? എത്ര പേര് ഞാൻ പറഞ്ഞ സമ്മതിക്കും? Yes. So this movement is especially meant for young people, and Prabhupada started it as a youth movement only. ഈ പ്രസ്ഥാനം പ്രത്യേകിച്ചും ആർക്ക് വേണ്ടിയുള്ളതാണ്? ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളതാണ്. പ്രഭുപാദർ ആർക്ക് വേണ്ടിയാണ് തുടങ്ങിയത്? ചെറുപ്പക്കാർക്ക് വേണ്ടി. Who are the initial members of this Hare Krishna movement? Hippies. What was their age? 20, 18, 16, 22, 24. ഇവരൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ മെമ്പേഴ്സ്. Right? All of us, including me, anybody who crossed 30, we are guests in this movement. ഞങ്ങൾ തിന്നും നിങ്ങളെ വരട്ടും, ഞങ്ങൾ സ്ഥലം വിടും. You have to do the job. Right? Because it's meant for them. And it is so painful. The younger generation don't chant sincere. അപ്പൊ ആ ചെറുപ്പക്കാരായവരും ശ്രദ്ധയോടെ, how many of the parents here feel that their children don't chant Hare Krishna properly? എത്ര പാരന്റ്സ് ഉണ്ട്? കൈ തൂക്കുക. മക്കളൊന്നും ശരിക്കും ജപിക്കാറില്ലെന്ന് പരാതി പറയും. And others parents have either gone that side or they're not here. So if you don't chant Hare Krishna, whether you are young or old, automatically you rust. നാമജപം ഒരു ദിവസം ശ്രദ്ധയോട് ചെയ്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, താനേ തുരുമ്പ് പിടിക്കും. You don't have to do anything. No, I have not committed any sin. Doesn't matter. ഞാൻ ഇന്ന് ഒരു പാപവും ചെയ്തിട്ടില്ല, അതിലൊന്നും കാര്യമില്ല. Today I have not done anything. I did not offend any Vaishnava. Doesn't matter. If you don't chant Hare Krishna for one day, we rust. ഒരു ദിവസം ശ്രദ്ധയോട് നാമജപം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തുരുമ്പിക്കും. Once Prabhupada chanted 16 rounds in the morning, finished in the morning. രാവിലെ 7 മണിയായപ്പോഴേ അദ്ദേഹം 16 മാല ജപിച്ച് തീർത്തു. And he got up, like a young boy. ഒരു കൊച്ചു കുട്ടിയെ പോലെ ചാടി എണീച്ചിട്ട് he told, let me go and do any damn thing I want. എന്തും പോക്കിരിത്തനോട്ട് ഞാൻ ചെയ്യാൻ പോവാൻ പറഞ്ഞു. Like a small boy he said. Right? That doesn't mean you finish 16 rounds properly and do any nonsense you want. But if you chant 16 rounds properly, you can't do any nonsense. 16 മാല ശ്രദ്ധയോട് ജപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല. In Mahabharata, that beautiful story of Yudhishthira Maharaja went to drink water. Yudhishthira Chakravarti വെള്ളം കുടിക്കാനായിട്ട് പോയി. So there was not Dharmaraj. He had a lot of puzzles and riddles and everything. ധർമ്മരാജൻ അവിടെ ഇരുന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. And Yudhishthira was answering all those questions one by one. He asked many questions. There is one bucket of water.
that 1 bucket of water can be poured into 4 buckets of water. You can fill the 4 bucket of water. Then you re-pour all the 4 bucket into 1 bucket. Still it's empty. The water is not filled. ഒരു കലത്തിൽ വെള്ളമുണ്ട്, അത് ഒരു കലത്തിൽ നിന്ന് 4 കലത്തിൽ വെള്ളം ഒഴിച്ചു, 4 കലവും നിറഞ്ഞു. 4 കലത്തിലുള്ള വെള്ളം എടുത്ത് തിരിച്ച് 1 കലത്തിൽ ഒഴിച്ചു, പക്ഷെ 1 കലം നിറഞ്ഞില്ല. All sorts of riddles Dharmaraj was asking. ഒരു സൂചിയുടെ ദ്വാരത്തിൽ കൂടെ ആന കയറിപ്പോയി, പക്ഷെ മാല് കുടുങ്ങി. That was the second riddle. Elephant passed through the eye of the needle, but the tail got stuck. Right, like that. And third riddle was there was a scarecrow. Scarecrow. ഈ കൃഷിഭൂമിയിലൊക്കെ ഒരുത്തന്നെ നിർത്തി വെച്ചിരിക്കില്ല, എന്താ പറയാനാ, ഈ പാന്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ചട്ടി കണ്ണൊക്കെ വരച്ച് നോക്കുകുത്തിയ നമ്മളെ പോലെ in the paddy field, കൃഷിഭൂമിയിൽ ഒരു നോക്കുകുത്തി ഉണ്ടാവും, scarecrow, and that scarecrow is eating the paddy, all that things, grains. ആ നോക്കുകുത്തി എന്താ ചെയ്യണേ, അതിനെ തിന്നണം. He is supposed to protect it. So many questions were asked by Dharmaraj to Yudhishthira. Yudhishthira Chakravarti അടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. And the last question, the final one, അവസാനത്തെ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചാല്, one guy tied a huge mountain with a hair and he is dragging the mountain and walking. ഒരു വലിയ കുന്നിനെ മുടി കൊണ്ട് കെട്ടി വെച്ചിട്ട് അവ ആ കുന്നിനെ പർവ്വതത്തിനെ വലിച്ചുകൊണ്ട് നടക്കാം. That guy is walking. What is that? That was the last question asked by Dharmaraj to Yudhishthira. What does that mean? എന്താണ് അതിന്റെ ആൻസർ? ഒരു വലിയ പർവ്വതത്തിനെ ഒരു മുടി കൊണ്ട് കെട്ടി വലിച്ചുകൊണ്ട് പോവാം. What does that mean? Who's answering? Yeah. Kali Yuga, Hare Krishna Mahamantra is the only answer. Mountains of sins will be destroyed by simply chanting the holy name. കൂമ്പാരമായ പാപങ്ങളെല്ലാം നാമജപം കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. It's like a tiny hair. So actually we don't know the value of chanting. Simply we chant once Hare Krishna attentively, some 100 lifetime sins are getting burnt. ഒരു പ്രാവശ്യം ശ്രദ്ധയോട് നാമജപം ചെയ്താൽ തന്നെ 100 ജന്മങ്ങളുടെ പാപം ഇല്ലാതാവുക. Right? And inattentively you chant, still 50 lifetime sins will get destroyed. ശ്രദ്ധിക്കാതെ ജപിച്ചാൽ നാമഭാസ്, രസാഭാസം, നാമഭാസ്, inattentive chanting also will destroy sins. So actually we don't have any qualification to chant the holy name. നാമം ജപിക്കാൻ യാതൊരു യോഗ്യതയും നമുക്കില്ല. By the grace of great acharyas, മഹാ ആചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. Like once one devotee went and asked Prabhupada, after initiation, if a devotee doesn't chant 16 rounds, what will happen? പ്രഭുപാദരുടെ അടുത്ത് ഒരു ശിഷ്യൻ ചോദിച്ചു, ദീക്ഷ എടുത്തതിന് ശേഷം 16 മാല ജപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? Prabhupada got very disturbed. He got up from the seat, Vyasasana, ദേശീയത്തിൽ അദ്ദേഹം ആസനത്തിൽ എണീച്ചിട്ട്, he said, he is a rascal, he is a cheater, he put me in shame in front of Krishna, he is not at all a gentleman. He walked away. പ്രഭുപാദ് ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞു, അയാൾ കള്ളനാണ്, ചതിയനാണ്, അവൻ എന്നെ ഭഗവാന്റെ മുമ്പേ നാണം കെടുത്തിച്ചു. And he is not a gentleman. അദ്ദേഹം ഒരു യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. Right? It is very important. Recently in Mayapur, before His Holiness Jayapataka Swami Guru Maharaj getting admitted in Calcutta, he said openly, ഇപ്പോൾ കൽക്കട്ടയിൽ ഗുരു മഹാരാജ് ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം he said to Prema Padmini Mataji and Vijay Venugopal Prabhu from Muscat,
അവരെടുത്ത് ഗുരു മഹാരാജ് പറഞ്ഞു, I am suffering because many of my disciples are breaking regulative principles and not chanting the holy name. They promised in front of Yajna, in front of Srila Prabhupada and in front of spiritual master, and they don't follow it. I am suffering because of that. അപ്പോൾ ജസ്റ്റ് ഒരു 1.5 മാസത്തിന് മുമ്പേ ഗുരു മഹാരാജ് വന്ന് മായപ്പൂരിൽ വെച്ച് ഒരു ശിഷ്യ കപ്പിൾസിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എൻ്റെ ശിഷ്യന്മാർ യമനിയമങ്ങളെ ലംഘിക്കുന്നത് കൊണ്ടും 16 മാല ശ്രദ്ധയോട് ജപിക്കാത്തത് കൊണ്ടും, അത് മാത്രമല്ല അവർ യജ്ഞത്തിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു, പ്രഭുപാദരുടെ മുമ്പേ പ്രതിജ്ഞ ചെയ്തു, ഗുരുവിൻ്റെ മുമ്പേ പ്രതിജ്ഞ ചെയ്തിട്ട് ഇവർ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. Actually, we don't understand how much acharyas are coming down simply to liberate conditioned soul like us. ബദ്ധജീവാത്മാക്കളായ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവർ എത്രമാത്രം ഇറങ്ങി വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കില്ല. When Prabhupada was in South America, one grihastha, one man went and asked permission to get divorce. പ്രഭുപാദർ വന്ന് അമേരിക്കയിൽ ഇരുന്നപ്പോൾ ഒരു ഭക്തൻ വന്നിട്ട് ഡൈവേഴ്സ് എന്താ പറയാ മലയാളത്തിൽ? ഡൈവേഴ്സ്, വിവാഹമോചനം, ഡൈവേഴ്സ്. So one disciple, one devotee went and asked permission to get divorce. ഡൈവേഴ്സ് നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പെർമിഷൻ ചോദിച്ചു. പ്രഭുപാദ് വാസ് ക്വയറ്റ് ഫോർ സം ടൈം. ഹി വാസ് സൈലന്റ് ഫോർ സം ടൈം. കുറച്ചു നേരം പ്രഭുപാദർ മൗനമായിരുന്നിട്ട് he said, okay, you can get divorce. ഡൈവേഴ്സ് ചെയ്തോ എന്ന് അനുവാദം കൊടുത്തു. It was like a big shock for entire devotee community. ഭക്ത സമൂഹത്തിന് തന്നെ അത് വലിയ ഒരു അതിശയമായിരുന്നു. And everybody went and asked Prabhupada, what is this, Prabhupada? Because Prabhupada was always against divorce, and many of his classes he has said divorce is not Vedic, divorce is not scriptural. ഡൈവേഴ്സിന് എതിരായിട്ട് പ്രഭുപാദർ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. പല പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ കത്തുകളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. He has wrote many letters against divorce. And on that day he gave permission for divorce. ഇതിന് ഡൈവേഴ്സിന് വേണ്ടി അദ്ദേഹം അനുവാദം കൊടുത്തു. So the disciples were very disturbed. എല്ലാവർക്കും ഭയങ്കര അതിശയമായിട്ട് they kept on asking. Then Prabhupada said, it's okay, you are all Kali Yuga boys and girls, American boys and girls. It happens every day over here, it's okay. Prabhupada